بابا نعم. ترامب بقول بده يطلعنا من غزة، انت بدك تطلع من غزة؟ താഴത്തങ്ങാടിയിൽ നിന്ന് അരീക്കോട് അങ്ങാടി വരെ എടുത്താൽ 1 കിലോമീറ്റർ, അതിനെ ഒരു ചതുരത്തിലാക്കി അത്ര സ്പേസിൽ 157 ബോഡി ഗസയിൽ ഉണ്ട് എന്നാണ്. എന്ന് പറഞ്ഞാൽ വളരെ വൈകാരികമായി ഒരു വേള അദ്ദേഹത്തിൻ്റെ റിപ്പോർട്ടിംഗ് സ്റ്റക്കാകുന്നുണ്ട്. നമുക്ക് അങ്ങനെ തന്നെ വീഡിയോയിൽ മറ്റൊരു ഭാഗത്ത് കാണാം, സ്റ്റക്കാകുന്നുണ്ട്. അപ്പോൾ ايش بيعنوا لك الاثنين الحب؟ هذول هم الحياة. بابا نعم. ترامب بقول بده يطلعنا من غزة، انت بدك تطلع من غزة؟ لا، تطعم في غزة بدك تضلك في غزة؟ ليش؟ عشان بحب الغزة. انت بتحب غزة؟ هشام، ايش انت بدك تشتغلي؟ مع بابا. وين؟ علي صوتك، وين بدك تشتغلي؟ في الجزيرة؟ بحكي. أنا طفلة سام، أنا جسدية. أنا خايفة على بابا من الطاسة. അതായത് തുമ്പിയെ പിടിക്കേണ്ട പ്രായത്തിൽ, കളിമുറ്റങ്ങളിലൂടെ ഓടിക്കളിക്കേണ്ട പ്രായത്തിൽ, ജീവിതം ആസ്വാദനത്തിൻ്റെ ആഘോഷത്തിൻ്റെ പൊട്ടിച്ചിരിയുടെ ലോകത്ത് ചെലവഴിക്കേണ്ട കുഞ്ഞു പ്രായത്തിൽ യാതൊരുവിധ ആശങ്കകളുമില്ലാതെ ചുറ്റും എന്തെല്ലാം സംഭവിക്കുകയാണെങ്കിലും സ്വസ്ഥമായി ഉറങ്ങേണ്ട പ്രായത്തിൽ ബോംബർ വിമാനങ്ങളുടെ ശബ്ദം കാത്തു നിൽക്കുന്ന, ഈ രാവ് പുലരുമെന്ന് പ്രതീക്ഷിക്കാത്ത ഒരു ജനസമൂഹത്തിൽ നിന്നാണ് ഈ ഒരു കുഞ്ഞ്, ഒരു 3 വയസ്സ് പോലും തികയാത്ത കുഞ്ഞ് അനസ് ഷരീഫിൻ്റെ മടിയിലിരുന്ന് പറയണത്. അനസ് ഷരീഫ് ചോദിക്കണത്, നീ ഗസയിൽ നിന്ന് പുറത്തു പോകണ്ടോ? നിനക്ക് പോണ്ടേ? ഇല്ല, ഞാൻ ഗസയിൽ നിന്ന് ഒരിക്കലും പുറത്തു പോകണില്ല, ഞാൻ ഇവിടെയാണ് ഇപ്പം ജീവിക്കണത്. ബാബാ, ഞാൻ ഇവിടെയാണ് ജീവിക്കാൻ ആഗ്രഹിക്കുന്നത്. എന്തുകൊണ്ടാണെന്ന് വെച്ചപ്പോൾ എനിക്ക് ഗസന് ഇഷ്ടമാണ്. ഗസ വിട്ട് എനിക്ക് എവിടെയും പോകാൻ പറ്റില്ല. നീ ഭാവിയിൽ എന്താണ് ആവുക, നിനക്ക് എന്താണ് ആകാനാണ് ആഗ്രഹം എന്നൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ ബാബൻ്റെ വഴി തന്നെ അൽ ജസീറിൻ്റെ റിപ്പോർട്ടറാകും എന്നാണ് ആ കുഞ്ഞിൻ്റെ ഉത്തരം. നമ്മളിതിൽ നിന്നൊക്കെ ഒരുപാട് പാഠങ്ങൾ എടുക്കണം. നമ്മുടെ കുട്ടികൾക്ക് ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും താങ്ങാൻ പറ്റണില്ല. ഒന്ന് മൊബൈൽ കൊടുക്കാത്തതിന് ടീച്ചർ ആർക്കോ 2-3 പെൺകുട്ടികൾക്ക് ഇൻസ്റ്റഗ്രാമിലൂടെ മെസ്സേജ് അയച്ചതിന് ടീച്ചർ വിളിച്ച് ശാസിച്ചു. ഇത് പോലീസിൽ പറയേണ്ടി വരും എന്ന് പറഞ്ഞതിനൊക്കെയാണ് കുട്ടികൾ ആത്മഹത്യ ചെയ്യുന്നത്. മൊബൈൽ കിട്ടാത്തതിനാണ് ആത്മഹത്യ ചെയ്യുന്നത്. നമ്മുടെ പാരൻറ്റിങ്ങിൽ വളരെ ഗൗരവതരമായ പരിശോധനകൾ ആവശ്യമുണ്ട്. ഞാൻ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു നേരത്തെ. UAE വർക്ക് ചെയ്യുന്ന ഒരു ഫലസ്തീനിയായ ഒരു നേഴ്സ്, അവർ ഗസയിൽ പുതിയ സംഭവവികാസങ്ങൾക്ക് ശേഷം അവർ സംസാരിക്കുകയാണ്, ഒരു ഇൻ്റർവ്യൂവിൽ സംസാരിക്കുകയാണ്. അപ്പം അവർ ഉമ്മാനെ വിളിച്ചൊരു അനുഭവം പറയുകയാണ്. ഉമ്മാനെ വിളിച്ചപ്പോൾ നമ്മുടെ ഇന്നാൾ മരിച്ചു മോളെ, ഇന്നലെ മരിച്ചു എന്ന് പറഞ്ഞപ്പോൾ ഞാൻ കരഞ്ഞപ്പോൾ എന്നോട് ഉമ്മ ചോദിക്കുകയാണ്, ഗസയിലെ ഗർഭപാത്രത്തിൽ പിറന്ന ഒരു കുഞ്ഞും ഇതൊന്നും കേട്ട് കരയിലില്ലല്ലോ, നീ എന്തിനു കരയേണ്ട കാര്യം എന്താണ് നിനക്കുള്ളത്? നീ അവിടെ നിന്നോ, അവിടെ നിന്ന് ഗസയിലെ സംഭവ വികാസങ്ങൾ ലോകത്തോട് പറഞ്ഞുകൊണ്ടിരിക്കണം. നീ പറയുമ്പോൾ അത് കൂടുതൽ ജനങ്ങൾ കേൾക്കും. ഇനി നീ ചിലപ്പോൾ ബെല്ലടിക്കുമ്പോൾ ഈ ഫോൺ അടിക്കൂല, ഈ ഫോണിൻ്റെ ഇങ്ങേത്തലക്കൽ ഫോൺ അറ്റൻഡ് ചെയ്യാൻ ഞങ്ങളാരും ഉണ്ടാകില്ല, അൽഹംദുലില്ലാ ഞങ്ങൾ ഉണ്ടാവില്ല എന്നാണ് അവരുടെ ഉത്തരം. അപ്പോൾ ഗസയിലെ ഓരോ ഉമ്മയും 8-9 കുഞ്ഞുങ്ങളെ പ്രസവിക്കുന്നതാണ്. ചെറിയൊരു പ്രദേശം, ആ ഒരു ചെറിയ പ്രദേശത്ത് ഇത്രയും മനുഷ്യർ. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ടേ അവരുടെ പണ്ഡിതന്മാരൊക്കെ അവരോട് പറഞ്ഞതാണ്, നിങ്ങൾ പോരാളികളെ പ്രസവിച്ചു കൊടുക്കുക, ഇത് നമുക്ക് പോരാട്ടമാണ്, നിങ്ങളുടെ ഗർഭപാത്രത്തിൽ നിന്ന് പുതിയ പോരാളികൾ ജനിക്കട്ടെ എന്ന് തീരുമാനിച്ചപ്പോഴാണ് അത്തരം സംഭവങ്ങൾ യഥാർത്ഥത്തിൽ ഉണ്ടായത്. അപ്പോൾ അവിടുത്തെ പൊളിറ്റിക്കൽ സ്ട്രാറ്റജി മാനേജ്മെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് കൺസേണുകളുണ്ടാവും, സംശയമില്ല. ഗസ എങ്ങനെ പോകണം, എങ്ങനെ ആകണം എന്നൊക്കെ ഉള്ളതിൽ അവർക്ക് കൂടുതൽ വിവേകത്തെയും വിചാരത്തെയൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുക്കുമാറാകട്ടെ. അതിലുപരി അവർക്ക് ശക്തമായ കരുത്തിനെ പ്രദാനം ചെയ്യുമാറാകട്ടെ. അപ്പോൾ എന്തൊക്കെ പറഞ്ഞാലും ഒരു എക്വിപ്ഡായ ഒരു രാജ്യം എന്ന് പറഞ്ഞാൽ ലോകത്തെ ഏറ്റവും തന്ത്രപ്രധാനമായ എല്ലാ സംരക്ഷണ വലയങ്ങളിലും ഉറങ്ങുന്ന ഒരു രാഷ്ട്രമാണ് ഇസ്രായേലിലെ ജനങ്ങൾ ഒരു ഭാഗത്ത്. മറുഭാഗത്ത് ഒരു സംരക്ഷണവും ഇല്ലാതെ ഒരു തോക്കിൻ കുഴ പോലും അവർക്ക് വേണ്ടി 100% എല്ലാ നിലക്കുമുള്ള സുരക്ഷയോടുകൂടെ ഉയരുന്നു എന്ന ബോധ്യമില്ലാത്തൊരു നാട്ടിൽ അവർ സ്വസ്ഥമായിട്ട് ഉറങ്ങുകയാണ്. അവരുടെ കുഞ്ഞുങ്ങൾ പറയും, ഞങ്ങൾ ഗസ വിട്ടു പോകണില്ല. എന്നും യുദ്ധങ്ങളുടെയും മുറവിളികളുടെയും ടാങ്കറുകളുടെയും സൈന്യങ്ങളുടെ മാർച്ച് പാസ്റ്റിൻ്റെയും ബൂട്ട്സിൻ്റെയും ഒക്കെ ശബ്ദം മാത്രം കേട്ട ബൂട്ട്സിന് താഴെ ജീവിക്കേണ്ടി വരുന്ന പുതിയ തലമുറയിലെ കുഞ്ഞുങ്ങൾ അവരും പറയാണ്, ഇത് ഏറ്റെടുത്ത് പറയാണ്. അപ്പോൾ നമുക്കതിൽ വലിയ വലിയ പാഠങ്ങളുണ്ട്. അനസ് ഷരീഫിൻ്റെ ഒരു റിപ്പോർട്ടിംഗ് ഉണ്ട്, ആ റിപ്പോർട്ടിംഗ് കൂടി നമുക്കൊന്ന് കണ്ടുവരാം. حدث إليك أحد النساء هنا سقطت على الأرض الآن أمام بوابة
مجمع الشفاء الطبي سقطت على الأرض من شدة المجاعة ومن شدة الجوع. ومن شدة الجوع كما نشاهد الآن يحاول الأهالي التعامل مع هذه السيدة، وهذا ما كنت أتحدث عنه قبل لحظات. أن الناس يسقطون الآن في شوارع غزة من شدة الجوع، يسقطون على الأرض من شدة الجوع. وهذا المصاب الذي أصيب الآن لا يوجد له علاج، وهذا حال المواطنين جميعا هنا في داخل القطاع، يسقطون على الأرض واحد تلو الآخر، يحتاجون إلى وجبة طعام واحدة، يحتاجون إلى رغيف خبز واحد، يحتاجون إلى شربة ماء. അദ്ദേഹം ഒരു വളരെ വൈകാരികമായൊരു രംഗത്തിന് സാക്ഷിയാകുകയാണ്. ഒരു സ്ത്രീ അദ്ദേഹത്തിൻ്റെ മുന്നിൽ വിശന്ന് വലഞ്ഞ് വീഴാണ്. അപ്പോൾ വീണുകൊണ്ട് അദ്ദേഹം പറയാണ്, ഇത് ചികിത്സിക്കേണ്ട രോഗമല്ല, ഇതിന് ഭക്ഷണമാണ് ആവശ്യം, ഇവിടെ ഭക്ഷണം കിട്ടാതെ മനുഷ്യർ മരിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് വളരെ വൈകാരികമായി ഒരു വേള അദ്ദേഹത്തിൻ്റെ റിപ്പോർട്ടിംഗ് സ്റ്റക്കാകുന്നുണ്ട്. നമുക്ക് അങ്ങനെ തന്നെ വീഡിയോയിൽ മറ്റൊരു ഭാഗത്ത് കാണാം, സ്റ്റക്കാകുന്നുണ്ട്. അപ്പോൾ ഇങ്ങേ തലക്കൽ നിന്ന് അൽ ജസീറിൻ്റെ ചാനൽ ബ്യൂറോയിൽ നിന്ന് അദ്ദേഹത്തോട് പറയാണ്, അനസ് ഷരീഫ്, അങ്ങ് ഗസയുടെ ശബ്ദമാണ്, അങ്ങ് എന്ത് ചെയ്യരുത്, ഇമോഷണലായി ഈ റിപ്പോർട്ടിംഗ് അവസാനിക്കരുത്, അങ്ങ് തുടരൂ എന്ന് അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകൻ വളരെ ഡീപ്പായിട്ട് മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ട്. ആ ശബ്ദത്തിൽ അനസ് ഷരീഫ് ലോകത്തോട് സംസാരിച്ചു കൊണ്ടേയിരിക്കുകയായിരുന്നു. അതിനിടയ്ക്ക് അദ്ദേഹത്തിൻ്റെ ശബ്ദം അവസാനിച്ചു. അദ്ദേഹം ലോകത്തോട് യാത്ര പറഞ്ഞു. 2-3 മാസങ്ങൾക്ക് മുമ്പുണ്ടായ ഒരു സംഭവമാണ് ഞാൻ പറയുന്നത്. പക്ഷേ ലോകത്തെ അനസ് ഷരീഫ് എന്ന മനുഷ്യൻ റിപ്പോർട്ടിങ്ങിനിടയിൽ മരിച്ചെങ്കിലും ഗസയിലെ മാധ്യമപ്രവർത്തകരൊന്നും ഒരു നിമിഷം പോലും ഭയന്നില്ല. അവർ കൂടുതൽ ഉറക്കെ, കൂടുതൽ ഉച്ചൈസ്തരം ലോകത്തോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഗസയ്ക്ക് വേണ്ടി ലോകം കാതോർക്കുന്നതും ഗസയ്ക്ക് വേണ്ടി ലോകം പ്രാർത്ഥിക്കുന്നതും ലോകത്തെ സമരചത്തുരങ്ങളിൽ ജനലക്ഷങ്ങൾ ഒരുമിച്ച് കൂടുന്നതും അത് പല രാഷ്ട്രങ്ങളുടെയും നിയമനിർമ്മാണ സഭകളെയും അധികാര സിംഹാസനങ്ങളെയും ഒക്കെ ഇളക്കി മറിക്കും വിധമുള്ള മൂവ്മെൻ്റായി മാറുന്നതൊക്കെ ഒരു ഭാഗത്ത് നമ്മൾ കാണുന്നുണ്ട്. മറുഭാഗത്ത് ഇസ്രായേലിൻ്റെ അരുങ്കൊലകൾ നടക്കുന്നുണ്ട്. അവർ അമ്പിയാക്കളെ കൊന്നൊടുക്കിയപ്പോൾ ഒന്നും തോന്നാത്തൊരു ജനതയുടെ തുടർച്ചക്കാരാണ്. അമ്പിയാക്കളെ മണ്ണിൽ കുഴിച്ച് നിർത്തി, അരഭാഗം കുഴിച്ചു നിർത്തി ശരീരത്തിലെ മാംസളമായ ഭാഗങ്ങൾ ഇരുമ്പിൻ്റെ ചെറുപ്പുകൾ കൊണ്ട് വാർന്നെടുത്തപ്പോൾ ഈ തമ്മാടിക്കൂട്ടങ്ങളുടെ ആദ്യപിതാക്കൾക്കൊന്നും തോന്നിയിട്ടില്ലെങ്കിൽ, ഈ കുഞ്ഞുങ്ങളെ കൊന്നൊടുക്കുമ്പോൾ അവർക്കൊന്നും തോന്നിയിട്ടില്ലെങ്കിൽ പ്രത്യേകിച്ച് ഒന്നുമില്ല. ഞാൻ ഡയലോഗ് പരിപാടിയിൽ ചെറിയൊരു കണക്കിങ്ങനെ ഉണ്ടാക്കാൻ ശ്രമിച്ചു. അതായത് ഒരു സ്ക്വയർ കിലോമീറ്ററിൽ 157 ഡെഡ് ബോഡികളുണ്ട്. അപ്പോൾ ഒരു സ്ക്വയർ കിലോമീറ്റർ എന്ന് പറയുന്നത്, ഞാൻ അവിടെ നിന്ന് ഇങ്ങനെ അടയാളപ്പെടുത്തി, താഴത്തങ്ങാടിയിൽ നിന്ന് അരീക്കോട് അങ്ങാടി വരെ എടുത്താൽ 1 കിലോമീറ്റർ, അതിനെ ഒരു ചതുരത്തിലാക്കി അത്ര സ്പേസിൽ 157 ബോഡി ഗസയിലുണ്ട് എന്നാണ്. എന്ന് പറഞ്ഞാൽ അത്ര 1 കിലോമീറ്റർ നടന്നു പോണതിൻ്റെ ഇടയ്ക്ക് 157 ബോഡി ചവിട്ടി കടന്നിട്ട് വേണം ഗസയിലൂടെ ഒരു മനുഷ്യന് നടക്കാൻ എന്ന് പറയുമ്പോൾ അതുണ്ടാക്കുന്ന അവസ്ഥ എന്തുമാത്രം വലുതായിരിക്കും. അതുകൊണ്ട് നമ്മൾ ഇതിവിടെ ഉയർത്തുന്നതിൻ്റെ, ഇത് ചിന്തയായി കൊണ്ടുവരുന്നതിൻ്റെ കാര്യം ഒന്ന് നമ്മൾ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കണം. ആ ജനതയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴൊക്കെ അത്തരമൊരവസ്ഥയിൽ നിന്ന് നമ്മൾ സംരക്ഷിക്കപ്പെടും വിധമുള്ളൊരു പ്രാർത്ഥന നമുക്ക് എന്ത് ചെയ്യും, അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകളെടുത്തുനിന്ന് ഉണ്ടാകും. മലക്കുകൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും. 2, ഇതൊക്കെ അറിഞ്ഞിരിക്കുമ്പോൾ വിശ്വാസത്തിൻ്റെ പേരിലും ഈമാനിൻ്റെ പേരിലും ചെറിയ ചെറിയ വെല്ലുവിളി വരുമ്പോൾ, ഹിജാബിൻ്റെ പേരിൽ വരുമ്പോൾ, ബാക്കി കാര്യങ്ങളുടെ പേരിൽ വരുമ്പോൾ എല്ലാം ഊരി ഉപേക്ഷിച്ച് ഇവരുടെ തിട്ടൂരങ്ങൾക്ക് നിന്നു കൊടുക്കുന്ന, അവർക്ക് മുന്നിൽ തല താഴ്ത്തി കൊടുക്കുന്ന സാഹചര്യങ്ങൾ ഇല്ലാതിരിക്കും. അതോടൊപ്പം കൂടുതൽ ആഴത്തിൽ പഠിച്ചും പകർത്തിയും പോകാൻ പറ്റും. മാത്രമല്ല ഇവിടെ ഇരുന്ന് നമുക്ക് ചെയ്യാവുന്ന ദൗത്യം നിരന്തരം ഇത് ഉറക്കെ ഉച്ചയിസ്തരം ലോകത്തോട് പറഞ്ഞുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. പ്രത്യേകിച്ച് കേരളത്തിലൊക്കെ ഈ ജനതയെ അത്രയും മോശമാക്കുന്ന ആളുകളുണ്ട്. അവർക്കിപ്പോൾ അവാർഡൊക്കെ കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അത്തരം ആളുകൾക്ക് കുടപിടിച്ചു കൊടുക്കുന്നത് ആരാണെങ്കിലും, ഏത് പൊളിറ്റിക്കൽ പ്ലാറ്റ്ഫോമിലുള്ള ആളുകളാണെങ്കിലും, വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിൻ്റെ കാലത്ത് ഇതിൻ്റെ പേരിൽ ഞങ്ങൾ നിർബന്ധമായും ശിക്ഷ തന്നിരിക്കും എന്നുള്ള കാര്യത്തിലൊരു സംശയമല്ല. ആ ഞങ്ങളിൽ ഒരിക്കലും മുസ്ലിങ്ങൾ മാത്രമല്ല ഉള്ളത് എന്നുകൂടി ഈ ഘട്ടത്തിൽ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇളം പ്രായത്തിലുള്ള കുഞ്ഞിൻ്റെ വരികൾ യഥാർത്ഥത്തിൽ ഒരു സുപ്രഭാതത്തിൽ ഉണ്ടാകുന്നതല്ല എന്ന് തീർച്ചയായും നമുക്ക് പറയാൻ കഴിയും. ഇന്നത്തെ ഒരു കാലത്ത് ആ പ്രായത്തിലുള്ള കുട്ടികൾക്ക് ഒരു പാരലൽ വേൾഡിലാണ് നമുക്ക് വേണമെങ്കിൽ പറയാം. അവർ റീലിൻ്റെയും മറ്റുമൊക്കെ ഗെയിമിൻ്റെയും ഒക്കെ ലോകത്ത് സഞ്ചരിക്കുമ്പോൾ പരിസരത്ത് എന്ത് സംഭവിക്കുന്നു എന്നൊന്നും അറിയാൻ ശ്രമിക്കാതെ, ആ വൈകാരികത ഉൾക്കൊള്ളാൻ ശ്രമിക്കാതെ പോകുന്ന ഘട്ടങ്ങളിൽ നമ്മുടെ കുട്ടികൾക്ക് അത്തരം കുട്ടികളിൽ മാതൃകയുണ്ട് എന്നുകൂടി കൂട്ടിച്ചേർക്കുകയാണ്.